നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു പ്രദേശത്തേക്ക്, ഒരു ഭൂപ്രദേശത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി കാണാത്തൊരു സ്ഥലത്തേക്ക്. ഇപ്പോൾ ഒരു ഊട്ടി എന്ന് പറയുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകും, പക്ഷേ ഊട്ടിയുടെ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ സാധാരണ ആൾക്കാർ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഈ സിനിമയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ആൾക്കാർ എണ്ണം കുറയുകയും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അല്ലെങ്കിൽ കാണാത്ത ആൾക്കാരുടെ എണ്ണം കൂടുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ കളക്ഷൻ വൈസ് സാമ്പത്തികമായിട്ട് അതിൻ്റെ പണം, ആഗ്രഹിച്ച പണം അല്ലെങ്കിൽ ഉദ്ദേശിച്ച പണം കിട്ടിയില്ല എന്ന് പറയുമ്പോഴാണ് ഈ പരാജയം എന്ന് പറഞ്ഞ വാചകം അവിടെ വരുന്നത്. എവിടെയോ ഫഹദ് ഫാസിൽ പറയുന്നത് കേട്ടു, സതയം പോലെ ഒരു സിനിമ ചെയ്യാൻ അയാൾക്ക് ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിനിമ വന്നല്ല, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കൂടെ ഉൾപ്പെടുത്തി സിനിമകൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അത് സംഭവിക്കില്ല എന്നുള്ളതല്ല, അങ്ങനെ കഥ വരിക എന്നുള്ളതാണ്. ഒരു സിനിമ പോലെ ഒരു സിനിമ ഉണ്ടാവില്ല ഒരിക്കലും. അത് നിങ്ങൾക്ക് ആ സിനിമയോട് തോന്നുന്ന സ്നേഹം കൊണ്ടാണ് ചോദിക്കുന്നത്, അല്ലേ? ശരിക്കും അതുപോലെ ഇപ്പോൾ ഞങ്ങളുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് എപ്പോഴാണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല, എന്തായാലും ഉണ്ടാവും. ഇത് കാലം തെറ്റി വന്ന സിനിമ എന്നാണ് ഇപ്പോൾ പൊതുവെ പറയുന്നത്. പക്ഷെ ഇത് ഒരു സമയം ഇപ്പം പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുത്തു. പ്രേക്ഷകർ ഏറ്റെടുത്തു എന്ന് ഒരു റൈറ്ററിൻ്റെ അടുത്ത് അല്ല ഡയറക്ടർ, ഇപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ അടുത്ത് എത്തിയത് എപ്പോഴായിരുന്നു ശരിക്കും? ഈ സിനിമ ശരിക്കും കാലം തെറ്റിയെന്നാണ്, അല്ലെ പ്രേക്ഷകർക്ക് ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു സിനിമയാണ് എന്നൊക്കെ എപ്പോഴായിരുന്നു നിങ്ങളിലേക്ക് പാസ് ചെയ്തെത്തിയത്? ഈ സിനിമ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്, ആ കാലത്തും ഒരുപാട് പേരുണ്ട്. വലിയൊരു കൂട്ടം ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഇത് പരാജയം എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട ആൾക്കാർ എണ്ണം കുറയുകയും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അല്ലെങ്കിൽ കാണാത്ത ആൾക്കാരുടെ എണ്ണം കൂടുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ കളക്ഷൻ വൈസ് സാമ്പത്തികമായിട്ട് അതിൻ്റെ പണം, ആഗ്രഹിച്ച പണം അല്ലെങ്കിൽ ഉദ്ദേശിച്ച പണം കിട്ടിയില്ല എന്ന് പറയുമ്പോഴാണ് ഈ പരാജയം എന്ന് പറഞ്ഞ വാചകം അവിടെ വരുന്നത്. പരാജയം എന്ന് പറയുന്നത് വെറും സാമ്പത്തികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴേ അത് വരുന്നുള്ളൂ. അല്ലാതെ കലാരൂപ നിലക്ക് ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചുള്ള അതൊരു വിജയിച്ച പടം തന്നെയാണ്. കാരണം ഈ പടത്തിനെ പ്രകീർത്തിച്ച് എത്രയോ പേര് ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഈ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കണ്ട ആരും തന്നെ ഈ പടം മോശമാണെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എത്രയോ പേര് കണ്ടിട്ടുണ്ട്, അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞങ്ങൾക്കും ആ പ്രതീക്ഷയുണ്ട് നന്നായി. പക്ഷെ ഞങ്ങൾക്കറിയാം, ഞങ്ങളെ സംബന്ധിച്ചോളം അത് സക്സസ് ആയ പടമാണ്. തിയേറ്ററിൽ വിൽപ്പനയാണ് നടക്കുന്നത്. വിൽപ്പന വിചാരിച്ച എമൗണ്ടിന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് കച്ചവട ലെവലിലാണ് അത് പരാജയം എന്ന് പറയുന്നത്. അത് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഞാനത് ശ്രദ്ധിക്കാറില്ല. അതിൽ നമുക്ക് വിഷമമുണ്ടാവും. അത് ആരെ പറ്റി ആലോചിക്കുമ്പോൾ, നിർമ്മാതാവിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. പക്ഷേ എനിക്കും എന്താ ഉറപ്പുള്ളത്, എഴുതുന്നതിനൊക്കും സംവിധാനം ഞാൻ സിബിക്കും എന്ത് ഉറപ്പുള്ളത് വിജയിക്കുന്നുള്ളത്. അതായത് കച്ചവടപരമായിട്ട് വിജയിക്കുന്ന ആർക്കും ഒന്നും പറയാൻ പറ്റും. അതേസമയം ഒരു പരിധി വരെയൊക്കെ ചില പണം കിട്ടും അല്ലെങ്കിൽ കച്ചവടം നടക്കുമെന്ന് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കച്ചവടം നടന്ന എത്ര സിനിമകളുണ്ട്. ഇതെല്ലാം അങ്ങനെയാണ്. അപ്പം പരാജയം എന്ന് പറയുന്നത് വേറെ അർത്ഥത്തിലാണ്. പിന്നെ എപ്പോഴാണ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തെന്ന് ചോദിക്കുന്നത്, നമ്മൾ 1000 പേര് ഇഷ്ടപ്പെട്ടു, 10,000 പേര് കണ്ടില്ല. പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഇത് എന്തുകൊണ്ട് ഈ പടം ഇങ്ങനെ ആൾക്കാരങ്ങനെയല്ലേ പറയാം, അത് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. അവരൊക്കെ ഇതായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരങ്ങനല്ലേ സംസാരിക്കുക. അപ്പം ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടുതലുണ്ടെന്ന് ഇനിയും കുറേ ആൾക്കാരുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് തന്നെ എത്രയോ കത്തുകളും മെസ്സേജുകളൊക്കെ വരാറുണ്ട്. ഇപ്പോഴും ഈ സമയമാകുമ്പോഴേക്കും ഇതിന് എന്താണെന്നറിയില്ല, ഇത് ആൾക്കാർ ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഉള്ള കമൻറ്റുകളും അന്വേഷണങ്ങളും വരുന്നു. അപ്പോൾ ഈ പടം ആൾക്കാർ ഇഷ്ടപ്പെടാണ്ട് അങ്ങനെ പറയുമോ? ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് സിയാദിനെ സംബന്ധിച്ചോളം ഇതൊരു അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഒരു പടമാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്, സിബിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പടമാണ്. ഞാൻ ഇങ്ങനൊരു സിനിമ എൻ്റെ ഇതിൽ ഞാൻ എഴുതിയ സിനിമകളിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് ദേവദൂതൻ. അതിൻ്റെ മൊത്തം ആംബിയൻസും മൊത്തം അതിൻ്റെ ഒരു ഔട്ട്പുട്ടും വേറെയാണ്. അപ്പോൾ അത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. ഇപ്പം പുതിയ തലമുറയിലെ പലരും ഇഷ്ടപ്പെടുന്നു, പലരും അതിനെപ്പറ്റി ചോദിക്കുന്നു. ഇപ്പോഴും പ്രതീക്ഷിക്കാത്തൊരു ഓണം പോലെ അതിലേക്ക് ഞങ്ങളല്ലാതെ തന്നെ ഒരുപാട് പേര് അതിൽ ഇൻവോൾവ് ആകുന്നു. ഞങ്ങൾക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നു, ഒരുപാട് പേര് അതിൽ റീൽസൊക്കെ ഉണ്ടാക്കി അയക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അവരോടൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹം തോന്നി. ഇത്രയും എന്നേക്കാൾ കൂടുതൽ ഈ പടത്തെ സ്നേഹിക്കുന്ന ഔട്ട്സൈഡേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഒരു തലമുറയ്ക്ക് ഒരു പക്ഷേ ഈ ജനറേഷൻ ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് അതിൻ്റെ ഒരു റിയലൈസേഷൻ വന്നിട്ടുണ്ടാവാം, അറിയില്ല. അതിൻ്റെ ഇനി തിയേറ്ററിൽ എത്തുമ്പോഴാണ്. പക്ഷെ എനിക്കൊരു പ്രതീക്ഷയുണ്ടത് ഇത്തവണ അത് പരാജയമാവില്ല. തീർച്ചയായിട്ടും. ഇപ്പം ഈ സിനിമയുടെ മേക്കിങ്ങിന് ഒരുപാട്
എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇപ്പം ലാലേട്ടൻ്റെ ഇതിൽ ഇൻട്രോ സീനിൽ തന്നെ ആ ഒരു ആൻറ്റീക്കിൻ്റെ അതൊരു 4 ലോറിയിൽ അത്രയും സാധനങ്ങൾ ഇറക്കിയിട്ടാണ് ചെയ്തതെന്നൊക്കെ കേട്ടു. അതുപോലെ ഫയർ സീന്, പിന്നെ എനിക്ക് ഏറ്റവും കണ്ടിട്ട് ഇപ്പോഴും പേടി വരുന്ന മഹേശ്വറിനെ ആ പട്ടി കടിച്ച് ആ കുഴിയിലാക്കുന്ന സീന്. സോ ഇതൊക്കെ അങ്ങനത്തെ ഉള്ള സീനുകളുടെയൊക്കെ പ്രീ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, നമ്മൾ വളരെ മുമ്പേ തന്നെ ഈ സിനിമയുടെ വിഷ്വൽസ് എൻ്റെ മനസ്സിലുണ്ട്. രഘു എഴുതുമ്പോൾ വായിക്കുമ്പോഴും എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ ഉള്ളിൽ അതിൽ ദൃശ്യങ്ങളുണ്ട്. പിന്നെ എക്സിക്യൂഷൻ്റെ ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നത്. എക്സിക്യൂഷൻ്റെ ഇപ്പോൾ ഈ 7 ബെൽസ് പോലും നമ്മളത് ക്രിയേറ്റ് ചെയ്തത് സാങ്കല്പികമായിട്ടുള്ള ഒരു സാധനമാണത്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ. അത് എഴുത്തുകാരൻ്റെ ഭാവനയിൽ ഉണ്ടായതാണ്. അതിന് ഞങ്ങൾ സംസാരിച്ചതിന് രൂപം ഇങ്ങനെയായിരിക്കണം. ഒരു പിയാനോയുടെ ഒരു എക്സ്റ്റൻഷൻ പോലെ തോന്നിക്കുന്നൊരു സാധനമായിരിക്കണം. ഒരു പിയാനോ പ്ലേ ചെയ്യുന്ന മോഡിൽ തന്നെയായിരിക്കും അത് പ്ലേ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള തീരുമാനങ്ങളെടുത്ത് അത് ആർട്ട് ഡയറക്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആർട്ട് ഡയറക്ടർ അയാളുടെ ഒരു വർഷം നമുക്ക് ഡ്രോയിങ് തരുന്നു. ആ ഡ്രോയിങ്ങിൽ നമുക്കുള്ള മാറ്റങ്ങൾ കൂടെ അങ്ങനെ ഒരുപാട് പ്രോസസ്സിലൂടെയാണ് ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ഇത് വെക്കേണ്ട ചാപ്പലിൻ്റെ രൂപം എന്തായിരിക്കും, അതിൻ്റെ സ്പേസ് എന്തായിരിക്കും. കാരണം അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാനാണ് അവിടെ വർക്ക് ചെയ്യേണ്ട സീനുകളുടെ വ്യാപ്തി അല്ലെങ്കിൽ അതിന് വേണ്ട സ്പേസിനെ കുറിച്ചൊക്കെ എനിക്ക് ഒരു ധാരണയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്പേസുള്ള സ്ഥലം ചെയ്യണം. ഈ ലൈബ്രറി ഇങ്ങനെയായിരിക്കണം. ആ ലൈബ്രറിയിൽ നോക്കിയാൽ ഇയാൾ താമസിക്കുന്ന മുറി കാണണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിക്കപ്പെടുകയും അത് ആ ഡയറക്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്രീ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഒരുപാട് കാലം എടുത്തിട്ടുള്ള അല്ല. സിനിമ ഓണാകുന്നു എന്നുള്ളൊരു സമയം തൊട്ട് നമ്മളതിൻ്റെ ആ ഒരു ഇത്തരം പ്രത്യേകിച്ച് ആ ഡയറക്ഷൻ്റെ ഏരിയയിലുള്ള കാര്യങ്ങൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പിന്നെ ക്യാമറാമാൻ കൃത്യമായിട്ടുള്ളൊരു ഒരു റീഡിങ് സെഷനുണ്ട്. അതിലൂടെ അയാൾ അതിനെപ്പറ്റി അയാൾക്കൊരു ധാരണ കിട്ടും. മ്യൂസിക് ഡയറക്ടർക്ക് അങ്ങനെ എല്ലാവരെയും നമ്മൾ നന്നായിട്ട് അവർക്ക് കൊടുക്കുന്ന ബ്രീഫിംഗ് എല്ലാം കൊടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ വിഷ്വൽ ഇങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ഒരു ക്വാളിറ്റി ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഒരു നമ്മുടെ സാധാരണ ഒരു നാട്ടിൻപുറത്ത് ഒരു നാട്ടിലോ അല്ലെങ്കിൽ നമുക്ക് പരിചിതമായ ഒരു ലൊക്കേഷനിൽ വെച്ച് ഇത് ചെയ്യും. നമ്മളിപ്പോൾ ഇവിടെ എറണാകുളത്തോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്കറിയാവുന്ന ഒരു പരിസരത്ത് വെച്ച് ചെയ്താൽ ഈ സിനിമ വർക്കാകുകയില്ല. നമുക്കറിയാവുന്നൊരു പരിസരം, നമുക്ക് ഇതൊരു കുറച്ചും കൂടെ ഒരു നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു പ്രദേശത്തേക്ക്, ഒരു ഭൂപ്രദേശത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി കാണാത്തൊരു സ്ഥലത്തേക്ക്. ഇപ്പോൾ ഒരു ഊട്ടി എന്ന് പറയുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഊട്ടിയുടെ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ സാധാരണ ആൾക്കാർ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഈ സിനിമയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഊട്ടി എന്ന് പറയുന്നത് നമുക്ക് അത്ര നോർമലായിട്ടുള്ളൊരു സ്പേസ് അല്ല, ഒരു ഹിൽ സ്റ്റേഷനാണ്. ഊട്ടി നമ്മൾ പറയുന്നത് ഒരു ഹിൽ സ്റ്റേഷനാണ്. ആ ഹിൽ സ്റ്റേഷനിലെ ഒരു വാസ്തു ശില്പി, അതിനൊരു വാസ്തു അവിടെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ആർക്കിടെക്ചറൊക്കെയും ഡിഫറെൻ്റാണ്. നമുക്കതൊരു കുറച്ചും കൂടി ഒരു വെസ്റ്റേൺ കൾച്ചറൽ ആർക്കിടെക്ചർ ഇതിനകത്തുണ്ടാവണം. അങ്ങനത്തെ ബിൽഡിങ്സ് ഉണ്ടാവണം. ഇപ്പോൾ ആ കോളേജാണെങ്കിലും ബ്രിട്ടീഷുകാർ പറഞ്ഞതൊരു കോളേജാണത്. അതിനും ഈ അലീനയുടെ വീടാണെങ്കിലും അത് മുൻകാലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെടുത്തിയൊരു ബിൽഡിങ്ങാണ്. അപ്പം അതെല്ലാം ആ ആംബിയൻസ് എല്ലാം ഇതിനെ വല്ലാതെ അങ്ങോട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ കാഴ്ചയെ. അതോടൊപ്പം ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. സൗണ്ട് ഡിസൈനിങ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു, മ്യൂസിക്. അപ്പം വളരെ വലിയ ഒരു തയ്യാറെടുപ്പ് ആദ്യം എൻ്റെ മനസ്സിലും രഘുവിൻ്റെ മനസ്സിലും ഉണ്ടാവുകയും പിന്നീട് നമ്മളതൊരു ആരിലേക്കൊക്കെയാണോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിനേറ്റവും പ്രാപ്തരും നമുക്ക് കോൺഫിഡൻസ് ഉള്ള ടെക്നീഷ്യന്മാരെ അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഇപ്പം ലാലേട്ടൻ്റെ ഈ ദേവദൂതനിലെ ക്യാരക്ടർ പോലെ തന്നെ സിബി സാറ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ എടുത്തു വരാനുള്ള ഒന്നാണ് സദയം എന്ന സിനിമയിലെ ഒരു ക്യാരക്ടർ. അന്നത്തെ കാലത്ത് അതും പ്രതീക്ഷിച്ചത്ര ഒരു വിജയമല്ലേ അങ്ങനെ ഉണ്ടായില്ല. പക്ഷെ പിന്നീട് അതൊരു കൾട്ട് ക്ലാസിക്കായി മാറി. ഇപ്പം ഒരുപാട് പ്രേക്ഷകരും അങ്ങനെ അത് ഏറ്റെടുത്ത് ആ ഒരു സിനിമ എല്ലാവരും വളരെയധികം ഏറ്റെടുത്ത് കഴിഞ്ഞൊരു സിനിമയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, സദയം പോലൊരു സിനിമ അത് ഭയങ്കര ഇമോഷണലി എല്ലാ ആൾക്കാരെയും പിടിച്ചെടുത്തിട്ടുള്ള അതുപോലൊരു സിനിമ ഇനി ഉണ്ടാകുമോ? അതുപോലൊരു സിനിമ, അതുപോലൊരു കഥ വരണം, അതുപോലൊരു വിഷയം നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോഴാണല്ലോ ഉണ്ടാവുക. അത് ചെയ്യാനായിട്ട് മോഹൻലാലിനെയൊക്കെ പോലെയുള്ളൊരു ആക്ടർ ഉണ്ടാവണം. എവിടെയോ ഫഹദ് ഫാസിൽ പറയുന്നത് കേട്ടു, സദയം പോലെയൊരു സിനിമ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ ഒന്നല്ല, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കൂടെ ഉൾപ്പെടുത്തി സിനിമകൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അത് സംഭവിക്കില്ല എന്നുള്ളതല്ല, അങ്ങനെ കഥ വരിക എന്നുള്ളതാണ്
സതയം പോലെയല്ല, അത്രമാത്രം ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷണലി പാക്ഡ് ആയിട്ടുള്ളൊരു വിഷയം വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. അതിനകത്ത് ആരാണ് അഭിനയിക്കുന്നുള്ള കാര്യങ്ങൾ ആ സമയത്താണ് ചിന്തിക്കുക. ഇനി റിട്ടേൺ ബൈ രഘുനാഥ് പലേരി ആൻഡ് ഡയറക്റ്റഡ് ബൈ സിബി മലയിൽ അങ്ങനെ ഒരു സിനിമയെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഉടനെ? പിന്നെന്താ, ഉറപ്പായിട്ടും. എപ്പോഴത്തേക്കിനായിരിക്കും ഇനി കാണാൻ പറ്റും? ഈ ഇപ്പൊ നിങ്ങൾ ചോദിച്ചല്ലേ സതയം പോലെ ഒരു സിനിമ പോലെ ഒരു സിനിമ ഉണ്ടാവില്ല എനിക്ക്. അത് നിങ്ങൾക്ക് ആ സിനിമയോട് തോന്നുന്ന സ്നേഹം കൊണ്ടാണ് ചോദിക്കുന്നത് അല്ലേ ശരിക്കും? അതുപോലെ ഇപ്പൊ ഞങ്ങളുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് എപ്പോഴാണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. എന്തായാലും ഉണ്ടാവണ്ടേ? ഉണ്ടാവണം. ഉണ്ടാവും. ഈ സിനിമയുടെ ആക്ച്വൽ വേർഷനിൽ നിന്ന് ഇപ്പം റീ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം റീ എഡിറ്റിനെ പറ്റി ഞാനധികം ചോദിച്ചില്ല, പക്ഷെ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എത്രത്തോളം ആയിരിക്കും അത് ഓഡിയൻസിൻ്റെ അടുത്ത് വരുന്ന ഇമ്പാക്ട്? ഇത് കൂട്ടിച്ചേർക്കലില്ല. സ്ഫടികം ചെയ്തപ്പോൾ എന്തൊക്കെ കുറച്ചുകൂടെ ആഡ് ഓൺസ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അതില്ല. നമുക്ക് കുറച്ച് ഡിലീഷനാണുള്ളത്, കുറച്ച് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് അന്ന് തന്നെ അത് തൃപ്തികരമല്ലാതെ ചെയ്ത ചില ഭാഗങ്ങളാണ്, അത് ഒഴിവാക്കിയാണ് ഇത് കാണുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു വ്യൂവിങ്ങിനെ കുറച്ചും കൂടെ ഈ കഥയോട് കഥ കൃത്യമായിട്ട് കഥ പറഞ്ഞു പോകുന്നൊരു പാറ്റേണിലാണ് ഇപ്പം ഈ പുതിയ വേർഷൻ വരാൻ പോകുന്നത്. സാർ ഇപ്പം കുറച്ച് നാളായിട്ട് ആക്ടിങ്ങിലും കൂടെ കുറച്ച് ഇൻവോൾവ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഒരു ഓൺ സ്ക്രിപ്റ്റിലൊരു കഥ ഇപ്പോൾ പ്ലാനിങ്ങിലുണ്ടോ, എഴുത്ത് നടക്കുന്നുണ്ടോ? ഞാൻ കുറേ തിരക്കഥകൾ എഴുതുന്നുണ്ട്. അതിന് ഞാനുണ്ടോ എന്ന് എനിക്കറിയില്ല. എഴുതുന്നുണ്ട്. അത് സിനിമയായിട്ട് ഇനി എപ്പോഴാണ്? ചിലപ്പോഴ് വെറുതെ ഞാൻ എൻ്റെ ഒരു കൗതുകത്തിന് എഴുതുന്ന തിരക്കഥകളൊക്കെ ഉണ്ട്. അങ്ങനെ വരാം ചിലപ്പോൾ. ഇന്നാൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇപ്പം നമ്മുടെ സിനിമ ആവുമ്പോഴല്ലേ അത് പറയാൻ പറ്റുള്ളൂ, മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. എഴുതുന്നുണ്ട്. എഴുതാന്നുള്ളത് എൻ്റെ ഒരു ഇഷ്ടമല്ലേ, അതുകൊണ്ട് ഞാൻ എഴുതും. എന്തായാലും ഈ മാസം ജൂലൈ 27-ന് ദേവദൂതൻ, 26-ന് സോറി ജൂലൈ 26-ന് ജൂലൈ 26-ന് പ്രേക്ഷകരിലേക്ക് വീണ്ടും ദേവദൂതൻ എത്തുകയാണ്. എനിക്കൊക്കെ TV-ലും ലാപ്ടോപ്പിലും ഒക്കെ മാത്രമേ സിനിമ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇത് റിലീസായപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് വീണ്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടിയൊരു അവസരം കൂടെയാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് എന്ന് തന്നെ പറയണം. ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഇത് ഒരുപാട് ആഗ്രഹിച്ച്, ഒരുപാട് എഫേർട്ട് ഇട്ട, ഒരുപാട് സ്നേഹിച്ച ഒരു സിനിമയായിരുന്നു. അത് വീണ്ടും തിയേറ്ററിലേക്ക് എത്തുന്നു. സോ തിയേറ്ററിൽ തന്നെ ഞങ്ങളെല്ലാവരും കാണുന്നതായിരിക്കും, ഞങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുന്നതായിരിക്കും. അപ്പം ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.